Hi friends, welcome back to our channel Gidus Hair Care. ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുടി വളരെ പെട്ടെന്ന് വളർച്ച കൂട്ടാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നാടൻ ഒറ്റമൂലികളാണ് പറയാൻ പോകുന്നത്. അതായത് സീറോ കോസ്റ്റിൽ തന്നെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിദ്യകളാണ് പറയുന്നത്. 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. മുടി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ മുടിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടണം. അത് നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ള മുടി പോകും, അതായത് പനങ്കുല പോലെ മുടി വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കോഴിവാല് പോലെയുള്ള മുടി പോലും ഇല്ലാത്ത അവസ്ഥ വരുന്നവരുണ്ട്. അപ്പോൾ നാടൻ വഴികളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വക സൈഡ് എഫക്ട്സും ഇല്ലാതെ തന്നെ നമ്മളുടെ മുടി നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നന്നായി വളർത്തിയെടുക്കും പറ്റും. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നാളികേരപ്പാലും ആട്ടിൻ പാലും തുല്യ അളവിൽ എടുത്ത് നമ്മളുടെ തലയോടിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് തലയോടിലുള്ള മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട്, ഡ്രൈ ഹെയർ മാറ്റാനായിട്ട്, മുടി പൊട്ടിപ്പോകുന്നത് താരനെല്ലാം ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നാരങ്ങ ഉപയോഗിച്ചിട്ടാണ്. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് 3 സ്പൂൺ നാളികേരപ്പാൽ എടുക്കുക, അതിലേക്ക് ഒരു പകുതിയോളം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. അതായത് പകുതി മുറിയോളം നാരങ്ങാനീര് ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കുക. ഈ മിക്സ് സ്കാൾപ്പിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഫംഗസിനെ ഇല്ലാതാക്കാനായിട്ട്, ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാനായിട്ട്, മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 4 മുട്ട ഉപയോഗിച്ചിട്ടാണ്. മുട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹൈ പ്രോട്ടീൻ ആണ്. ഇത് ഉപയോഗിച്ച് നമ്മളുടെ മുടിയിലേക്ക് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീനും കിട്ടുന്നുണ്ട്. ഒരു മുട്ടയും 1 കപ്പ് പച്ച പശുവിൻ പാലും 1 സ്പൂൺ വെളിച്ചെണ്ണയും മിക്സ് ആക്കിയിട്ട് തലയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അടുത്തത് 1 കപ്പ് വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് 1 കൈപ്പിടിയോളം മൈലാഞ്ചി ഇല, കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ്, ഇത് 3 ഇട്ട് തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ വെളിച്ചെണ്ണ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിച്ച് ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇങ്ങനെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ എത്ര വളരാത്ത മുടിയും വളർത്താനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മളുടെ മുടിയിൽ വെളിച്ചെണ്ണ മാത്രമല്ലാതെ ബദാം ഓയിലോ ഒലീവ് ഓയിലോ മിക്സ് ആക്കി ഉപയോഗിക്കുന്നത് തലയിൽ താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. മാത്രമല്ല മുടി വളർച്ച കൂട്ടാനായിട്ട് ബദാം ഓയിൽ ആയാലും ഒലീവ് ഓയിൽ ആയാലും വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ആക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ്. മുടിയുടെ നീളവും മുള്ളും കൂട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. കറ്റാർവാഴ പല രീതിയിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർവാഴ വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നതോ അല്ലെങ്കിൽ കറ്റാർവാഴ അരച്ച് ഹെയർ പാക്ക് ആയിട്ട് മുടിയിൽ ഉപയോഗിക്കുന്നതോ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. മുടിക്ക് തിളക്കം കിട്ടാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട്, മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്നതാണ്. മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട്, മുടിയുടെ വളർച്ച മുരടിച്ചവർക്ക് വീണ്ടും റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടിപ്പ് ാണ് വെളിച്ചെണ്ണ. സാധാരണ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് സ്കാൾപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട്, ഡെഡ് സ്കിൻ പോവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഒറ്റമൂലികളിൽ ഏതെങ്കിലും ഒന്ന് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക.